ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നൊരു വിളവെടുപ്പുമായിട്ടാണ്. എനിക്ക് വിളവെടുക്കാൻ പോകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിളവെടുപ്പ് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളും ഞാനും ഒരേപോലെ ഇപ്പോൾ വിളവെടുക്കുമ്പോൾ കാണുന്നത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായാലോ, എനിക്കും അങ്ങനെ തന്നെ കൃഷി ചെയ്യണം എന്നൊക്കെ ഒരു മനസ്സിൽ ചിലവർക്ക് വരും. എനിക്ക് വരലുണ്ട്. ഓരോരുത്തരുടെ കാണുമ്പോൾ അത് ശരി അങ്ങനെ നടാനല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ മതിയല്ലോ, അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറേ പേര് അങ്ങനെ ഉണ്ട്. എൻ്റെ കൃഷി കണ്ടിട്ട്, ഞാൻ ചെയ്യുന്ന വളം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ചെയ്തവർ എത്രയോ പേരുണ്ട്. ഞാൻ ഒന്നൊരു മുളക് തൈ നട്ടാൽ അത് പോയി നടുന്ന ആൾക്കാരുണ്ട്. ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അന്ന് തന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയവരുണ്ട്. ഇപ്പോൾ അടിച്ച് വാരിയാൽ ഒന്നും കളയൂര, ഒരു ചാക്കിലിടൂ, പച്ചക്കറി വേസ്റ്റ് ചാക്കിലിടൂ, അങ്ങനെ കരിയില കമ്പോസ്റ്റ് ആക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നവർ എത്രയോ പേരുണ്ട്. കാരണം ഞാനത് നിങ്ങളെ കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലായത്. അതുപോലെ ക്യാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ ആ തണ്ട് അവിടെ വെക്കണോ, എടുക്കരുത്, അതിന് ചുറ്റും തൈ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ലൈവായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വിളവെടുക്കുകയാണ്, ഇനി അങ്ങനെ കളയൂര, തണ്ട് അവിടെ വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അറിയാത്ത കാര്യങ്ങളാണ്, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ ഇന്ന് ഞാൻ വിളവെടുക്കാൻ പോകുന്നത് ചേമ്പാണ് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചേമ്പും ആ വിളവെടുപ്പും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വിളവെടുക്കാൻ വരുന്ന ചേമ്പ്, ഈ ചേമ്പിന് പാൽച്ചേമ്പ് എന്ന് ഇവിടെ പറയും, ചില സ്ഥലത്ത് പിലാത്തി ചേമ്പ് എന്ന് പറയും. ഏതായാലും വലിയ ചേമ്പാ, നല്ല കിഴങ്ങുണ്ടാകുന്ന വിത്ത് നല്ലോണം ഉണ്ടാവും ഇത് നട്ടാൽ. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെരിച്ചായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ആയതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പേ പരിശോധനക്കൊക്കെ വരും. ഞാനിതിൽ നിന്ന് 2 എണ്ണം വിളവെടുത്തതാ. അപ്പോൾ വിളവെടുത്തിട്ട് ഇതിൻ്റെ 2 പ്രാവശ്യം വിളവെടുത്ത്. അപ്പോൾ വിളവെടുത്തപ്പോൾ ഞാൻ ചാനലിലിട്ടപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ബാക്കി അവിടെ വെച്ചാൽ പ്രശ്നമില്ലേ, പെരിച്ചായി വരില്ലേ. ഞാൻ വരില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞെങ്കിലും കൂടിയിട്ട് എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്, നല്ല പേടിയാണ്. ഏതായാലും ഞാൻ ആദ്യം ഇതൊക്കെ അങ്ങ് വെട്ടട്ടെ കേട്ടോ. ഇതെല്ലാം നമുക്ക് കരിയില കമ്പോസ്റ്റിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉപ്പേരി വെക്കുന്നവരെ കണ്ടുപോലും. എനിക്ക് പിന്നെ കുറേ സാധനം ഉള്ളത് കൊണ്ടേ ചെടി നടൽ തന്നെയല്ലേ എൻ്റെ പണി. അതുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇലേണ്ടത് ഇനിയും ഉഷാറായി വരും തോന്നുക. പക്ഷെ വെച്ചാൽ പണി കിട്ടും, ഉള്ളതും പോവും. ആക്രാന്തം കാണിച്ചാടെ വെച്ചാൽ നന്നായി കിട്ടുമെന്ന് വിചാരിച്ചാടെ വെച്ചാൽ ഉള്ളതും പോവും, ഉറപ്പാണ്. അതുകൊണ്ട് വെട്ടി വെളിച്ചാക്കിക്കും. ഇതതിൻ്റെ അടുക്ക് തണ്ടായത് ഇതെന്താ അറിയോ, ഇത് ചായമൻസ് എങ്ങനെ വെട്ടിപ്പൊക്കിയാലും ഉണ്ടാവും. നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടേ അത് ഉണ്ടാക്കാവൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയാണ് അത് ഉണ്ടാക്കാൻ. അങ്ങനെ തിളപ്പിച്ച് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ഔഷധ ഗുണമുള്ള ചീരയാണത്. അപ്പോൾ ഇനി ഇതൊന്ന് വിളവെടുക്കുക. കൈക്കോട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ്, ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇതെന്താണെന്നറിയോ, ഇതിൻ്റെ കരിയില കമ്പോസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാരണം എനിക്ക് ചാണകമൊന്നും വാങ്ങാൻ കഴിയൂല, പശുവിനെ പോറ്റാനും കഴിയില്ല, പിന്നെ വളമില്ലാണ്ട് നമുക്ക് നടുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താക്കും, എൻ്റെ അടിച്ച് വാരുന്നത് പച്ചക്കറി വേസ്റ്റ്, അടുക്കള വേസ്റ്റ് എല്ലാം ഇതിൽ കൊണ്ടുപോയി അങ്ങ് ഇടും. ഇതിൽ കൊണ്ടുപോയി അങ്ങ് ഇട്ടിട്ട് നിറഞ്ഞ് കരിയില കമ്പോസ്റ്റായി. കാണിച്ചു തരാം. അതൊക്കെ എവിടെ നമ്മൾ ഇട്ടത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. അടിയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഇതിൽ തന്നെ നമ്മളിങ്ങനെ കുഴിച്ചിട്ട് ഈ ചേമ്പിൻ്റെ വിത്ത് ഇതിലിടാം, മുളച്ചുണ്ടാവും. ഒന്ന് വേറെ അന്വേഷിക്കണ്ട, പോട്ട് അന്വേഷിക്കണ്ട, വളം അന്വേഷിക്കണ്ട, ഒന്നും വേണ്ട. കണ്ടില്ലേ, എനിക്ക് ഇതൊന്നും മാന്തിയിട്ടില്ല കേട്ടോ, ഇതൊന്നും മാന്തിയില്ല. ഇനി ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട സംഭവം. നോക്കട്ടെ, വലിയ ഉഷാറിൽ മാന്തുന്നുണ്ട്, പേടിയാകുക ഉണ്ടാവുമോ. ഇതിനത്ര വെയിലൊന്നും വേണ്ട തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ജീവികളൊക്കെ ഓടുന്നുണ്ട്, നനവുള്ളത് കൊണ്ടേ. ഇങ്ങനെ ആക്കി അങ്ങ് വെളിച്ചൂരി എടുക്കാൻ വിചാരിച്ച. നിങ്ങളെ പോലെ ആകാംക്ഷ തന്നെ ഞാനും നിൽക്കുന്നത്. ചകിരിൻ്റെ
ഇതൊക്കെ ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തീനി. എങ്ങാനും കയറുകയാണെ കയറാണ്ടൊക്കെ പെരിച്ചായി എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ അത് അങ്ങനെ ആയിപ്പോയി. നന്നായിട്ട് ഇതങ്ങ് വെട്ടിപ്പോക്കട്ടെ ചായ മനസ്സ. കാരണം ഇവിടെ ഇനി അവിടെ മുളച്ച് വേറെ വന്നോളൂ. അവിടെ ഒരു കേങ്ങ് തട്ടിയോ? ഞാൻ മൊത്തം ഒന്ന് മാന്തിയിട്ട് കാണിച്ചു തരാം. മാന്തി ഞാൻ ഒന്ന് വലിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്ക് എന്ത് വിളവെടുക്കുമ്പോഴും ഒരു ബേജാറുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. ഏത് വിളവെടുക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി അല്ലാവായാലോ റബ്ബേ. ഉണ്ടോ അടിയിലുണ്ടോ? ഇനി ഇതാ നോക്കട്ടെ, മാന്തി നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉറുമ്പ് അടിക്കുക. എന്താ ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി. എന്താ 2 3 സംഭവം ഉണ്ട്. ഹായ് അതിൻ്റെ ഇടയിൽ ജീവികൾ കേടോ എന്തൊക്കെ അയാൾ ഇന്നിങ്ങനെ പോവുക, പേടിയാവുക. 3 4 വിജയിക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം ഞാൻ മാന്തിയതാന്നുള്ള ഓർക്കണം. എറുമ്പ് കേട്ടോ. നീ എറുമ്പട്ടുണ്ടായിട്ടാണോ പെരിച്ചായി വരാണ്ടായത്? 4 നീ നോക്കട്ടെ. ഇല്ല അടിയിൽ അതാ 5 കിട്ടുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും കരിയില കമ്പോസ്റ്റ് ഒക്കെ ഇടല്, അല്ലാതെ എനിക്ക് വളം വാങ്ങാനൊന്നും കഴിയൂല. നല്ല നനച്ചും കൊടുക്കൂ. 5 അപ്പം 4 എണ്ണം ഞാൻ പണ്ട് 6 എണ്ണം 6 ഞാൻ അതിൻ്റെ വട്ടുണ്ടാക്കട്ടെ കേട്ടോ. ഇവിടെ നിൽക്കാനും കഴിയുന്നില്ല ഈ എറുമ്പിൻ്റെ ശല്യം കൊണ്ട്. ഇതിലെന്തോ ഉണ്ടാക്കട്ടെ. എന്താ അതിൽ ചെറുതായിട്ടുണ്ട്. ഓ ഇവിടെ നിൽക്കാൻ കഴിയണ്ട മക്കളെ. അതാ അങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ അധ്വാനത്തിനുള്ള ഫലം അതും കണ്ട് നമുക്ക് ആരോഗ്യം കിട്ടി, നമുക്കൊരു ഉന്മേഷം. നമ്മൾ വന്നിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ചെടി ഇങ്ങനെ ഹാളായി വരുന്നത് കാണുമ്പോൾ, പിന്നെ തളിര് വരുമ്പോൾ പറിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഉഷാറുണ്ടല്ലോ, വല്ലാത്തൊരു ഉഷാറാണ്. ഞാൻ ഇടട്ടെ. എന്താ 1 2 3 4 5 6 ഇത് ചെറുതാ. അപ്പോൾ 4 എണ്ണം ഇതേപോലത്തെ 4 എണ്ണം ഞാൻ മാന്തി എടുത്തു ഇതിൻ്റെ മുമ്പ്. 1 ഓണത്തിൻ്റെ അന്നും വേറെ ദിവസവും. അങ്ങനെ 10 എണ്ണം കിട്ടി ഒരൊറ്റ ഗുണ്ടേന്ന്. നോക്ക്, എനിക്ക് അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിത് നട്ടത് എങ്ങനെ അറിയോ? കുഴി ഇങ്ങോട്ട് കുഴിച്ചിട്ട് നിറയെ കരിയിലിട്ട് മൂടിയിട്ട് വേനൽക്കാലത്ത് ഞാൻ നനച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നനച്ച് ഉഷാറായതാണ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, പെരിച്ചായി ഒന്നും ഇല്ലാണ്ടക്കണം. മാന്തി പോകുന്ന സങ്കടം. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് വിളവെടുത്തതിന്. ഇനി ഇത് ഞാൻ എന്താക്കും അറിയോ? ഇത് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കും. ഇതെല്ലാം ഇവിടെ ഒക്കെ വെട്ടിപ്പോക്കിയിട്ട് അവിടെ ഒന്നുകൂടി ചെറുതുണ്ടേനു, അത് മതി കറിക്കൊക്കെ. ഇതങ്ങനെ വെട്ടിപ്പോക്കിയിട്ട് ഞാൻ ഇത് തന്നെ നടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് തന്നെ ഞാൻ നടും. ഈ കുഴി തന്നെ നിറച്ച് കരിയില വീണ്ടും ഇടും. വേറെ സ്ഥലമല്ല, ഇവിടെ നല്ല വെളിച്ചമുള്ള സ്ഥലമാണ്. ഇതുകൊണ്ട് നമുക്ക് പുഴുങ്ങി തിന്നാണ്. ഞായറാഴ്ചയാണ് ഇത് പുഴുങ്ങി തിന്നാൻ വേണ്ടിയപ്പം ഈ പണിയൊക്കെ ഒപ്പിച്ചത്. ഇതാ മൊത്തം ഞങ്ങൾക്ക് പുഴുങ്ങി തിന്നാൻ വേണ്ട കേട്ടോ. ഇത് ഞങ്ങൾക്ക് 2 നേരത്തിനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മരടുകൊണ്ട് എത്ര ദിവസം കഴിയാൻ നമുക്ക്. ഈ ഇലയൊക്കെ ഈ തണ്ട് ഉപ്പേരിയൊക്കെ കിട്ടോ, നല്ല ടേസ്റ്റാണ്. പുഴുങ്ങാൻ പോവട്ടെ.
2 കിഴങ്ങ് അതിൽ നിങ്ങൾ എടുത്ത് നന്നാക്കി കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് വെറും 2 എണ്ണ ഇത് കേട്ടോ. ഞാൻ ഇത്തിരി മഞ്ഞളിട്ടു. നിങ്ങൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ ഈ മഞ്ഞളിട്ടുണ്ടെങ്കിൽ കാണാനും ഒരു സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ മഞ്ഞളിടുന്നത് ഇത്തിരി ഇട്ടുള്ളൂ. ഉപ്പും വെള്ളം ഒഴിച്ചങ്ങ് വേവിക്കുക. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഒരു 2 എണ്ണ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ പുഴുങ്ങി വെന്തു. കണ്ടില്ല, നല്ലൊരു കളർ. എടുത്തിനെ മഞ്ഞളിട്ടാൽ എനിക്കിതിങ്ങനെ കൊത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പുഴുങ്ങി തിന്നാഞ്ഞാൽ എൻ്റെ അമ്മോ എനിക്കിത് ഭയങ്കര ആക്രാന്തമുള്ള സംഭവമാണ്. ചേമ്പ് അതുപോലെ തന്നെ കപ്പയും നല്ല ടേസ്റ്റാവും. ഒത്ത ഉപ്പായിരിക്കണേ, എത്തിന മഞ്ഞളിടും ഞാൻ. അപ്പോൾ ഇത് നിങ്ങൾ കടയിൽ നിന്നൊന്ന് അന്വേഷിച്ച് നോക്കിയത് 70 രൂപയൊക്കെ കടയിൽ വരാം. അപ്പോൾ എനിക്ക് ഒരു മരടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത്ര കിട്ടി, 6 കിലോ 7 കിലോ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ 2 പ്രാവശ്യം ഞാനത് മാന്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കിട്ടിയതാണ് ഇത്. അപ്പോൾ 10-12 കിഴങ്ങ് വലുത് തന്നെ എനിക്ക് കിട്ടി. ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി നമ്മൾ വിളവെടുത്ത് പുഴുങ്ങി തിന്നുമ്പോണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു സുഖം. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന് വളമിടാത്ത മരുന്നടിക്കാത്ത നല്ല അടിപൊളി ഫ്രഷ് സാധനമല്ലേ ഇത്. വലിയ അധ്വാനമൊന്നുമില്ല. ഇത് ഞാൻ വേഗം തിന്നട്ടെ. തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വേണം അതിൻ്റെ ബാക്കി നടാൻ. ഇന്ന് വിളവെടുക്കൽ ഇന്ന് തന്നെ നടലും കഴിയും. നോക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പറയാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ്. അടിപൊളിയാണ്. ഇനി നടാൻ പോവുക. ആദ്യം വിളവെടുത്തിട്ട് തിരക്കായിട്ട് പുഴുങ്ങി തിന്നു. ഞങ്ങൾ പുഴുങ്ങി തിന്നു. ഇനി ഇതങ്ങ് വിളവെടുത്ത് ഇനി നടട്ടെ. ഞാൻ എങ്ങനെയാണോ ആദ്യം നട്ടത് അതുപോലെ തന്നെ എപ്പോഴും നടുന്നത്. ആദ്യം നട്ടതിൻ്റെ നല്ല കഴിഞ്ഞ് കിട്ടിയില്ലേ, അതെങ്ങനെയാണ് അതുപോലെ. എൻ്റെ അതൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒക്കെ ഒരേപോലെയാണ്. കല്ലും എല്ലാം ഉണ്ട് ഇതിൽ. എങ്ങനെ ശ്രദ്ധിച്ചാലും ഇത് വരും. പ്ലാസ്റ്റിക് ഇതത്ര മതി. ഇനി മണ്ണങ്ങ് ഇട്ട് കൊടുക്കുക. അധികം കുഴിക്കണമൊന്നുമില്ല. ഞാൻ കുഴിച്ചില്ല. അതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റൊക്കെ അങ്ങ് ഇടുക. അടുക്കള വേസ്റ്റിലെല്ലാം പെടും. പഴത്തോട് തക്കാളിൻ്റെത് എല്ലാം ഉണ്ട്. അതിൻ്റെ മേലെ ചൂലുണ്ടാക്കിയതിൻ്റെ ബാക്കി പത്രം ഈർക്കിലങ്ങ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കുമല്ലോ. എന്തെല്ലാം ആയി തന്നെ അങ്ങിടുക. ഈ പരിസരവും വൃത്തിയാവും, നല്ലൊരു വളവുമാവും. കുറേ ഉണ്ട്. ഇതെല്ലാം തണ്ടുകളൊക്കെ അങ്ങിടും. ഇതൊന്ന് ഒതുക്കട്ടെ. ഇതൊന്ന് ഒതുങ്ങണമല്ലോ. കുറച്ച് കഴിഞ്ഞതിൻ്റെ മേലെ മണ്ണിട്ടാൽ ഒതുങ്ങും. പക്ഷെ മണ്ണിട്ടുമ്പോൾ വേണ്ടേ ഒരു ഒതുക്കോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഞാനിങ്ങനെയൊക്കെയാണ് നടൽ. എൻ്റെ നടൽ രീതി ഇങ്ങനെയൊക്കെയാണ്. അമർത്തി അങ്ങിട്ടിട്ടേ കുയ്യിൽ കുറച്ച് മണ്ണിടട്ടെ. ഇതൊക്കെ അതിൻ്റെ ആദ്യത്തെ വേസ്റ്റുകളാണ് മേലെ ഇട്ടത്. കല്ലും മണ്ണും ടൈലിൻ്റെ കാശിനൊക്കെ മാറ്റട്ടെ. ഇതിലൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് എല്ലാം. ഞാനതൊക്കെ ഇട്ട് നടുവിലത്തിനെ കുഴി വെച്ച് ഞാൻ കുറച്ച് കുമ്മായ ഇടുക. കുമ്മായോ ഞാൻ നീറ്റി ഉണ്ടാക്കിയതാ. കുമ്മായൊന്നും ഞാൻ ഇടലൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഇടുന്നത് കണ്ട് ഞാനിടുക. ഇതൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക്. എന്താ എനിക്കറിയില്ല, നല്ല ഞാൻ വിളവെടുക്കലുണ്ട്. ഇനി അതിൻ്റെ മേലെ മണ്ണിടട്ടെ കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ മേലെ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടുക. കരിയില കമ്പോസ്റ്റ് ആയി മാറി ഇത് ഞാൻ കരിയിലിട്ട് കരിയിലയും അടുക്കള വേസ്റ്റും ഒക്കെ ഇട്ട് നിറച്ചതാ. ആ ചാക്ക് ഇവിടെ തന്നെ അങ്ങ് വെച്ചതാ. ഒന്ന് മുറ്റത്തേക്കൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തിൻ്റെ സൈഡിലേക്ക് അങ്ങ് വെക്കല. അത് മഴയും കൊള്ളും വെയിലും കൊള്ളും അങ്ങനെ കേട്ടോ എൻ്റെത്. ഒന്നും ഇട്ടതൊന്നും കാണുന്നില്ല. ഒക്കെ നല്ല കറുപ്പ് കളറായി, നല്ല കളറായിട്ടോ. എന്തൊക്കെ ഇട്ടിരിയാണിതിൽ. ഇത് നല്ലൊരു വള. ചാണകം വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് പറ്റിയതാണ് ഈ കരിയിലെ കമ്പോസ്റ്റ്. അത് നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമ്മൾ മനസ്സ് വെച്ചാൽ അതൊക്കെ ഉണ്ടാവും.
ഇനി ഞാൻ എൻ്റെ ചേമ്പ് നടട്ടെ കേട്ടോ. നല്ല അടിപൊളി നല്ല വണ്ണത്തിലാണ്. ഒക്കെ ഒന്ന് പോക്കിയാട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. വിധിയുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് നല്ല ഉഷാറിൽ കഴിഞ്ഞ് അങ്ങനെ നട്ട് കഴിഞ്ഞ് ഞാൻ എല്ലാം അങ്ങോട്ട് കൂട്ടി മണ്ണങ്ങിടട്ടെ. ഞാൻ ഇതിൻ്റെ ഓരോ വളർച്ചകളെ കാണിക്കും. ഞാൻ വിളവെടുത്ത് നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയത്. അപ്പം ഇതുപോലെ നട്ടിട്ടാ എനിക്കുണ്ടായത്. ഞാൻ പിന്നെ ഒരു വാളും വാങ്ങൂല. ഇനി മഴക്കാലം കഴിയാൻ പോവുകയാണ്. തുലമാസം കഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞു. അപ്പം ഞാൻ എന്താക്കുമെന്ന് അറിയാമെന്ന് നനക്കും. എനിക്ക് നനക്കലൊരു വീക്ക്നെസ്സാണ്. എനിക്ക് ഇലയൊക്കെ നല്ല ശക്തിയിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നനക്കുന്നത്. ഞാൻ ഇതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട് എല്ലാം ഉഷാറാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ മണ്ണ് ഇതാ എല്ലാം അങ്ങോട്ട് ഇടുക മൊത്തത്തിൽ. ഇതെൻ്റെ ചായ മനസ്സൊക്കെ കോളുകാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കിയിരുന്നു. എൻ്റെ അടുത്ത് ചായ മനസ്സ് ഇഷ്ടം പോലെയാണ്. ഇവിടെ വിളവെടുക്കുമ്പോൾ ഭയങ്കര ഉറുമ്പായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റൂലേനി കേട്ടോ. ഞങ്ങൾ ചായപ്പൊടി കൊണ്ടുവന്ന് അങ്ങ് വെതറിയിട്ട് ഞങ്ങളങ്ങ് പോയി. പിന്നെ പുഴുങ്ങി തിന്ന് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുറച്ച് മഴയും പെയ്തു. അപ്പോൾ എല്ലാം പോയി. ഇനി എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു കടിയൊന്നുമില്ല. ഇതാ ചീമക്കൊന്നൻ്റെ ചാണകത്തിന് പകരാന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല പൗറിലിടിയൊന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിനൊക്കെ ചീഞ്ഞോളൂ. എന്താ പലതും ഉണ്ട്. ഈ ചുറ്റുപാട്ടും ഒക്കെ ഇങ്ങോട്ട് നന്നാക്കുക. എന്നാലേ ഇവിടെയും വൃത്തിയാവും. നമുക്കാണ് ഇതിലൂടെ നടക്കുകയും ചെയ്യാം. ഇതിന് വളുവാവും. എല്ലാം കൊണ്ടും മെച്ചം. വെള്ളം പൈസ കൊടുത്ത് വാങ്ങണ്ട, പരിസരം നന്നാക്കാൻ മെനക്കെടണ്ട. ഈ ഒരു ഇതിലങ്ങ് നന്നാവും. നമുക്ക് എന്തെങ്കിലും നട്ടാലാണല്ലോ ആ ചുറ്റുപാടൊക്കെ അങ്ങ് വൃത്തിയാവുക. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കൂ ഇതൊക്കെ പെണ്ണുങ്ങൾക്കാവുമോ എന്ന്. എല്ലാവും ഞാൻ നടുന്നതൊക്കെ കണ്ടിട്ട് കുറേ പേര് നടുന്നുണ്ട്. കരിയില കളയലില്ല, ചാക്കിലിടലാണ് ഒക്കെ പറയും. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേൾക്കുന്നത്. അങ്ങനെ എല്ലാവരും എൻ്റെ കൃഷി കണ്ടിട്ട് കൃഷിയിലോട്ടങ്ങ് ഇറങ്ങട്ടെ. അങ്ങനെ നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ കഴിയട്ടെ. അങ്ങനെ എല്ലാം മാറി എല്ലാ പെണ്ണുങ്ങളും കൃഷിയിലോട്ട് ഇറങ്ങി കേരളത്തിലെ എല്ലാവരും കൃഷിക്കാരികളാവട്ടെ. അതെല്ലാം നമുക്ക് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊന്നും പച്ചക്കറി കൊണ്ടുവരിപ്പിക്കണ്ട. നമ്മൾ തന്നെ കൊണ്ടുവന്ന പച്ചക്കറി മരുന്നടിച്ചൊന്നും നമുക്കിനി വേണ്ട. എന്താ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ചീഞ്ഞ് ഇതിൻ്റെ മേലെ ഞങ്ങൾക്ക് മണ്ണ് ഇടുമോ. ഇപ്പോൾ നട്ട് കണ്ടല്ലോ, ഇത്രേ എൻ്റെ പണിയുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കും. പുല്ല് പൊളിച്ചാൽ അതൊക്കെ പറിച്ചതിൽ തന്നെ ഇടും. അങ്ങനെ ഓരോന്ന് ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്ത് പോയി കിടന്നുറങ്ങാനൊന്നും പറ്റൂലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇല വരുന്നത്, എൻ്റെ തളിര് വരുന്നത്, ഇല ഇങ്ങനെ പൊങ്ങുന്നത്, 2 ഇല വരുന്നത്, 3 ഇല വരുന്നത്, ഉഷാറാവുന്നത് കാണുന്നത് എന്ത് രസമായിരിക്കും. അങ്ങനെ നമുക്ക് എടുക്കാൻ പൂതിയാവും. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നല്ലൊരു തടം. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കണ്ടല്ലോ. വിളവെടുപ്പ് കണ്ടു. അത് വെച്ച് ഞാൻ പുഴുങ്ങി തിന്നുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ നടുന്നതും കണ്ടു അല്ലേ. ഞങ്ങളെ കാണിച്ചു തന്നതാണ്. എനിക്കൊക്കെ സ്പോട്ട് തന്നെ പടപടാന്ന് എല്ലാം കഴിയണം. ഇനിയിപ്പോൾ ആ ചേമ്പിൻ്റെ ഒന്നുമില്ല, നട്ട് കഴിഞ്ഞു. ഇനി ആ ഭാഗം നമ്മൾ നോക്കണ്ട. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക, നനച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു ചേമ്പ് വിളവെടുപ്പുമായി നടലുമായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.